അവിടെ മറ്റൊരു കാര്യം, മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ട്രംപിന് കത്തെഴുതി, ഒരു തുറന്ന കത്ത് ട്രംപിന് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഇടപെടണം, വെടിനിർത്തലിലേക്ക്, ഇല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള രീതിയിൽ. കാരണം അവിടെ ഏതാണ്ട് ഒരു 550ഓളം ആളുകൾ കത്തെഴുതി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുൻ തലവന്മാർ ഉൾപ്പെടെ ഇതിലുണ്ടെന്നും മനസ്സിലാക്കുന്നു. അത്തരത്തിൽ ഉള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ട്രംപ് ഇനി ഏത് രീതിയിലായിരിക്കും ഇതിൽ ഇടപെടൽ നടത്തുക? അതാണ് ഏറ്റവും പ്രധാനം. കാരണം ട്രംപ് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഇപ്പോൾ പോലും പ്രഖ്യാപിക്കുന്നില്ല. ഗസയിലേക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കണം, ഈ പട്ടിണി അസഹനീയമാണ്, അത് ഹൃദയഭേദകമാണ് എന്നതുൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നു. അതിലപ്പുറം സ്റ്റീവ് വിറ്റ്കോഫിനെ, തന്റെ പ്രതിനിധിയെ ഗസയിലേക്ക് അയച്ചു. പക്ഷേ ഗസയിലെ ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുമായിട്ട് സംവദിക്കാനോ അവരുടെ പ്രതിസന്ധികൾ മനസ്സിലാക്കാനോ ഉള്ള ഒരു നീക്കം പോലും സ്റ്റീവ് വിറ്റ്കോഫും ഇസ്രായേലിലെ US അംബാസഡറും നടത്തിയ സംഘത്തിന്റെ സന്ദർശനത്തിൽ ഒരു നീക്കവും ഉണ്ടായില്ല. മറിച്ച് ഈ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ഈ ഒരു ഭക്ഷ്യവിതരണ സംവിധാനത്തിൽ മാത്രം സന്ദർശനം നടത്തി തിരിച്ചു പോരുകയായിരുന്നു സ്റ്റീവ് വിറ്റ്കോഫ്. പക്ഷേ അതിനുശേഷവും അതിശക്തമായിട്ടുള്ള വെടിവെപ്പാണ് ഈ ഭക്ഷണം തേടി വരുന്ന മനുഷ്യർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രം 52 പേരാണ് സഹായം തേടി വന്ന മനുഷ്യർ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഏതാണ്ട് 1800-ലധികം പേരെ ഇങ്ങനെ കൊലപ്പെടുത്താനും 10,000-ലധികം പേർക്ക് പരിക്കേൽപ്പിക്കാനും ഇടയാക്കിയ ഈ ഭക്ഷ്യ വിതരണ സംവിധാനം എത്രയും പെട്ടെന്ന് നിർത്തണമെന്ന ഒരു മുന്നറിയിപ്പാണ് UN ഏജൻസികൾ നൽകുന്നത്. പക്ഷേ അത് മുഖവിലക്കെടുക്കാനോ അല്ലെങ്കിൽ കുറ്റമറ്റ ഒരു ബദൽ ഭക്ഷ്യ വിതരണ സംവിധാനം അറബ് രാജ്യങ്ങളുടെയും മറ്റു മേൽനോട്ടത്തിനെങ്കിലും നടപ്പാക്കാനോ ഉള്ള ഒരു നിർദ്ദേശം പോലും നെതന്യാഹു അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അമേരിക്കയുടെ നീക്കം എന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ മൊസാദിന്റെ മുൻ മേധാവികൾ ഉൾപ്പെടെയുള്ള 100-ലധികം വിദഗ്ധരാണ് ഇസ്രായേലിലെ ഏറ്റവും സജീവമായിട്ടുള്ള സാംസ്കാരിക രംഗത്തും മറ്റുമുള്ള നിരവധി പ്രമുഖരും ഈ ട്രംപിനെ കത്തെഴുതിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ വേണമെന്ന് ആണ് അവർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ തെലവീവിലും ഹൈഫയിലും ജെറൂസലമിലും വലിയ തോതിലുള്ള റാലികളാണ് ഇന്നും നടക്കുന്നത്. കാരണം ഈ ബന്ദികളുടെ ജീവൻ തിരികെ ലഭിക്കണമെങ്കിൽ ഹമാസുമായിട്ടൊരു കരാറിലൂടെ അല്ലാതെ അത് നടക്കുകയില്ല. ഇത്രയും തീഷ്ണമായിട്ടുള്ള 22 മാസം നീണ്ട ആക്രമണത്തിലൂടെ പോലും ഈ ബന്ദികളെ തിരിച്ചു കിട്ടാവുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കെ ഇനിയും ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്. അത് ഹമാസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം മാത്രമാകും ഉണ്ടാവുക എന്നുകൂടിയാണ് ഈ മൊസാദിന്റെ മുൻ മേധാവികൾ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നത്, സൈന്യം മുന്നറിയിപ്പ് നൽകുന്നത്, സാമൂഹിക പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നത്, ബന്ദികളുടെ ബന്ധുക്കൾ മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ ഇതൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് ക്രൂരമായിട്ടുള്ള ഈ മനുഷ്യഹത്യ എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സർക്കാരും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ധന്യ.